നീ എന്താ പറഞ്ഞത്? നിനക്കിപ്പോൾ കഷ്ടകാലമാണെന്നോ? എങ്കിൽ സങ്കടപ്പെട്ടു നിൽക്കാതെ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് വേണ്ടത്. കാരണം നിന്റെ ജീവിതത്തിന് പരിവർത്തനം സംഭവിക്കുമ്പോഴാണ് നീ പറഞ്ഞ കഷ്ടകാലം വന്നു കയറുന്നത്. യഥാർത്ഥത്തിൽ കഷ്ടകാലമെന്നോ നല്ല കാലമെന്നോ ഉണ്ടോ? ഒരിക്കലുമില്ല. മാനസികവും ശാരീരികവുമായ ചില പ്രതിസന്ധികൾ രൂപപ്പെടുന്നതിലൂടെ നിനക്ക് മാത്രം അനുഭവപ്പെടുന്ന ഒന്നാണ് കഷ്ടകാലം. കാലത്തിന് മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. നിന്റെ ഏതൊരു നല്ല സമയത്തിനും മുന്നിലും പിന്നിലുമായി നീ പറയുന്ന കഷ്ടകാലമെന്ന മോശം സമയവും ഉണ്ടാകും. നല്ല കാലങ്ങളിൽ നീ ചെയ്ത കർമ്മങ്ങൾക്കനുസൃതമായി മോശം സമയത്തിന്റെ കാഠിന്യത്തിലും മാറ്റമുണ്ടാകാം. ധാർമ്മികമായ കർമ്മങ്ങളിലൂടെയാണ് നീ നിലനിന്നതെങ്കിൽ നല്ല സമയത്ത് നിനക്കൊപ്പമുണ്ടെന്ന് കരുതിയ ചില വ്യക്തികളെ മോശം സമയത്ത് നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ നിന്റെ കർമ്മങ്ങൾ അധാർമികമാണെങ്കിൽ മോശം സമയത്ത് തിരിച്ചറിവ് മാത്രമല്ല, നിന്നെ തന്നെ പൂർണ്ണമായി നഷ്ടപ്പെടും. ധാർമ്മികമായ കർമ്മങ്ങളുമായി നിന്നിട്ടുണ്ടെങ്കിൽ കഷ്ടകാല സമയത്ത് നിന്റെ കഴിവുകളെ കൂടുതൽ ബുദ്ധിപരമായി ഉപയോഗിക്കാൻ കഴിയും. അവിടെ നീ പ്രതീക്ഷിക്കാത്തവരായിരിക്കും നിന്റെ സഹായികളായി വന്നെത്തുന്നത്. അതുതന്നെയാണ് നിനക്കുണ്ടാകുന്ന പരിവർത്തനം. എന്നാൽ ആ പരിവർത്തനത്തിൽ മുന്നേറ്റമുണ്ടാകുമ്പോൾ കഷ്ടകാലത്ത് നിന്നെ വിട്ടുനിന്നവർ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അവരിൽ നിന്ന് അകലം പാലിക്കാതെ കൂടെ ചേർത്ത് മുന്നോട്ട് നീങ്ങിയാൽ അതുവരെ നിന്നെ മുന്നോട്ട് നയിച്ചവർ നിന്നെ വിട്ടുപോകുകയോ അല്ലെങ്കിൽ നീ അവരെ ഒഴിവാക്കുകയോ ചെയ്യും. അന്നു മുതൽ നീ വീണ്ടും കഷ്ടകാലമെന്ന മോശം സമയത്തിലേക്ക് കടക്കും. നിന്റെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് നീ തന്നെയാണ്. അതിനാൽ നിനക്കൊപ്പമുള്ള ബന്ധങ്ങളെ പൂർണ്ണമായി വിലയിരുത്തിയതിനു ശേഷം മുന്നോട്ടു പോകുക. കാഴ്ചയിൽ ആകൃഷ്ടമാകാതെ നിനക്കൊപ്പം നിൽക്കുന്നവരുടെ പ്രവൃത്തികളുടെ ധാർമ്മികതയെ വിലയിരുത്തി കൂടെ ചേർത്ത് മുന്നേറിയാൽ കഷ്ടകാലവും നിനക്ക് നല്ല കാലമായി മാറും.